ഹായ് ഗൈസ്, ഇന്ന് പുകവലിനെ കുറിച്ചിട്ടാണ് എൻ്റെ ഒരു വീഡിയോ കേട്ടോ. നമ്മളെല്ലാവരും പറയും, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫാദർ ഭയങ്കര സ്മോക്കറായിരുന്നു. 73 വയസ്സിൽ എൻ്റെ ഫാദർ മരിക്കണം. അപ്പോൾ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങളെ മൊത്തം കഴിഞ്ഞ്, നിങ്ങൾ വലി നിർത്താൻ രക്ഷയില്ലെന്ന്. അപ്പോൾ ഫാദർ പറയും, അത് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഡോക്ടർ എത്തപ്പോൾ ഡോക്ടർ പറയും, ഇനി മരിക്കാനായിക്കണ്, നിങ്ങൾ അത് നിർത്തണമെന്നില്ലാതാണ്. അത് കേട്ടപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഒരു 3-4 വർഷം എൻ്റെ ഫാദർ പുകവലി നിർത്തി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് എൻ്റെ ഫാദർ സിഗരറ്റിന് പറഞ്ഞേക്കുക. സിഗരറ്റ്, ബീഡി, അതിനൊക്കെ പീടിയൊക്കെ പറഞ്ഞേക്കും. അപ്പോൾ കുറേ പീടികൾ ഞങ്ങൾ എടുത്ത് വാങ്ങിക്കൊണ്ടിരലൊക്കെ ഉണ്ട്. പക്ഷെ അപ്പുറത്ത് വേറൊരു കട ഉണ്ട്, ഞങ്ങൾ നാട്ടിലെ കുഞ്ഞാക്കാന്ന് പറഞ്ഞ ഒരാളെ കട. ആള് സംബന്ധിച്ച് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ സിഗരറ്റൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ സിഗരറ്റ് ഒന്നും ഇല്ല പോകുന്നതായിട്ട് ഞങ്ങളെ പറഞ്ഞേക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ കുട്ടികൾ ഇത് എന്താണെന്ന് അറിയാത്തൊരു കൗതുകമാണല്ലോ, ഇത് എന്താ ഇങ്ങനെ വലിച്ചു ഊതണത് എന്നൊക്കെ. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകുമ്പോൾ പലയിടത്ത് ഇരുന്നിട്ടും വലിക്കാറുണ്ടെന്ന് ഈ കച്ചവടക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മള് ചെറിയ പിള്ളേര്, നമുക്ക് സിഗരറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് 2 രൂപയോ 1 രൂപയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ മിഠായി മേടിക്കാന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഓടിച്ചെല്ലണം. അടുത്ത വീട്ടിൽ ആർക്കെങ്കിലും സിഗരറ്റോ വീഡിയോ വേണമെങ്കിൽ നമ്മളെ ഓടിച്ചെന്ന് മേടിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചുരുക്കി പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഒരു സിഗരറ്റ് മേടിച്ചു കൊടുത്തു അല്ലെങ്കിൽ ബീഡി മേടിച്ചു കൊടുത്തു എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും സ്മോക്കർ ആവില്ല. നമ്മളൊരു മനസ്സുണ്ട്, ലഹരി, അത് ചത്താലും ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളൊരു മനക്കെട്ടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കള്ളല്ല എന്ത് കഴിക്കുന്നവരെ കൂടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിച്ചാലും തൊടൂല്ല എന്ന് ചോദിച്ചാൽ തൊടൂല്ല. അത് കൂട്ടുകാരൊപ്പം കൂടിയിട്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി, ഒരിക്കലും ഇല്ല. നമ്മളങ്ങനെ തീരുമാനിച്ചാൽ മതി, മനസ്സിലായ? അപ്പോൾ ഗായ്സ്, വേണ്ടാന്ന് തോന്നിയ ഒന്നും വേണ്ട. അത് 50 കൊള്ളാം, ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഇമാതിരി ഉടായ്പകളൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ലഹരി ചെകുത്താൻ തന്നെയാണ് വേടം പറഞ്ഞത്. ഹായ് ഗായ്സ്, ഇന്ന് പുകവലിനെ കുറിച്ചിട്ടാണ് എൻ്റെ ഒരു വീഡിയോ കേട്ടോ. നമ്മളെല്ലാവരും പറയും, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫാദർ ഭയങ്കര സ്മോക്കറായിരുന്നു. 73 വയസ്സിൽ എൻ്റെ ഫാദർ മരിക്കണം. അപ്പോൾ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങളെ മൊത്തം കഴിഞ്ഞ്, നിങ്ങൾ വലി നിർത്താൻ രക്ഷയില്ലെന്ന്. അപ്പോൾ ഫാദർ പറയും, അത് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഡോക്ടർ എത്തപ്പോൾ ഡോക്ടർ പറയും, ഇനി മരിക്കാനായിക്കണ്, നിങ്ങൾ അത് നിർത്തണമെന്നില്ലാതാണ്. അത് കേട്ടപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഒരു 3-4 വർഷം എൻ്റെ ഫാദർ പുകവലി നിർത്തി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് എൻ്റെ ഫാദർ സിഗരറ്റിന് പറഞ്ഞേക്കുക. സിഗരറ്റ്, ബീഡി, അതിനൊക്കെ പീടിയൊക്കെ പറഞ്ഞേക്കും.